ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയാം. മനസ്സറിയാതെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ നിന്നോട്. നിന്റെ ശരീരത്തെ സ്വന്തമാക്കി അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. നിന്നേക്കാൾ വേദനിച്ചത് ഞാനായിരുന്നു. പക്ഷേ പാറുക്കുട്ടി വരവറിയിച്ചതോടെ ആ വേദന ഞാൻ മറന്നതാണ്. ബദ്രിക്ക് വല്ലാതെ ദേഷ്യം വന്നു. എന്താണ് ഈ മൗനത്തിനർത്ഥം? മടുത്തു, ഇനിയും ഇങ്ങനെ വയ്യ. അന്നാ മഴ പെയ്യാതിരുന്നുവെങ്കിൽ, പഴയ നാളുകളിലേക്ക് തിരികെ പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ദേഷ്യം സങ്കടം അതിൻ്റെ അതിർവരമ്പുകൾ കടന്നിരുന്നു. അച്ചു അവനെ നോക്കി. ആ ദിവസത്തിലേക്ക് തിരികെ പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വഴിമാറി പോകായിരുന്നു നിന്നെ കാണാതെ. അവൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ നൊമ്പരമുണർത്തി. ടേബിളിലിരുന്ന ഡയറി നിലത്തേക്കെറിഞ്ഞു. നിന്റെ വരികളെ ഞാൻ വല്ലാതെ വിശ്വസിച്ചു. വേണ്ടായിരുന്നു. അവൻ മുഷ്ടിയുരുട്ടി പിടിച്ചു. പാറുക്കുട്ടിയും എടുത്ത് തിരികെ പോകാൻ ഒരുങ്ങിയ അവനെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. പുറത്ത് മുഖം ചേർത്ത് അലറിക്കരഞ്ഞു. ആ വരികളെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എഴുതിയ എൻ്റെ പ്രണയമായിരുന്നു. വീണ്ടും കരഞ്ഞ് എന്തിനോ വേണ്ടി അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ഇഷ്ടക്കേടൊന്നുമില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. അവളൊന്ന് തേങ്ങി. ബദ്രി അനങ്ങാതെ നിന്നു. വീണ്ടും അവൾ പൊഴിക്കാനൊരുങ്ങുന്ന വാക്കുകൾക്കുമായി കാതോർത്തു. എനിക്ക് പെട്ടെന്ന് ഞാൻ വാക്കുകൾ മുറിഞ്ഞു. അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ട് നനച്ചു. ബദ്രി അവൾക്ക് നേരെ തിരിഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ കാണുകെ അവന് വല്ലാത്തൊരു സ്നേഹവാത്സല്യം. തോളിൽ തലവെച്ച് കിടക്കുന്ന പാറുക്കുട്ടിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അച്ചുവിനെ ചേർത്ത് പിടിച്ചു. അവളുടെ കവിളിൽ കൈ ചേർത്ത് പെരുവിരൽ കൊണ്ട് അവൻ തുടച്ചു. കരയേണ്ട അച്ചു, എനിക്ക് മനസ്സിലാക്കാഞ്ഞിട്ടല്ല നിന്റെ അവസ്ഥ. പക്ഷേ ഈ മൗനം എന്നെ കൊല്ലാതെ കൊല്ലുന്ന പോലെ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അവളെ തന്നോട് അടുപ്പിച്ച് പുരികക്കൊടികൾക്കിടയിൽ നേർമമായി ചുംബിച്ചു. കരഞ്ഞു കരഞ്ഞ് അവളുടെ മൂക്കുപോലും ചുവന്നിരുന്നു. ബദ്രി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. ഇത്രയും കേട്ടാൽ മതി. ഞങ്ങളെ അംഗീകരിക്കാനും പൂർണ്ണമായും എൻ്റെ ഭാര്യയാകാനും എത്ര സമയം വേണേലും എടുത്തോ, കാത്തിരിക്കാം. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇപ്പോൾ കാത്തിരിക്കാൻ ഒരു സുഖം തോന്നുന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി മിന്നി. പാറുക്കുട്ടി പുറത്തേക്ക് പോകാൻ ബഹളം കൂട്ടി തുടങ്ങി. അച്ചുവിനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മിക്കൊണ്ട് ബദ്രി പുറത്തേക്കിറങ്ങി. അത് കണ്ട് അച്ചുവിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകൾ പുറം കൈകൊണ്ട് തുടച്ചുകൊണ്ട് കട്ടിലിൽ ചെന്നിരുന്നു. മുട്ടുകാലിൽ മുഖം ചേർത്തിരുന്നു. അപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന കവർ കണ്ടത്. നോക്കിയപ്പോൾ ഒരു സാരിയാണ്. അതിലൂടെ വിരലോടിച്ചു. അതിൽ മുഖം അമർത്തിയിരുന്നു. എത്ര നേരമെന്നില്ലാതെ. നീ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എവിടെയെങ്കിലും കുറച്ചു നേരം ഇരുന്നൂടെ? മുഖം ചെരിച്ചവൻ ചെറുതായി വീർത്ത വയറുവായി നിൽക്കുന്ന നയനയെ നോക്കി ചോദിച്ചു. ഇറ്റ്സ് ഓക്കെ ഹരി. ഈ ഹോസ്പിറ്റലിൻ്റെ റൂൾസ് അനുസരിച്ച് റൂം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇവിടുന്ന് പോകുന്നത് വരെ നമ്മളുടെ വീടാണിത്. സൗമ്യമായ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. നമുക്ക് വീട്ടിലേക്ക് പോയാലോ നയന? എനിക്കിവിടെ മടുത്തു. അവൻ്റെ വാക്കുകളിൽ മുഷിച്ചിലുണ്ടായിരുന്നു. ഒരാഴ്ച കൂടി നോക്കാം ഹരി. എന്തേലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായാലോ? അവൾ പ്രതീക്ഷയോടെ അവൻ്റെ കൈ പിടിച്ചു. ഞാൻ കാരണം നിന്റെ ലൈഫ് കൂടെ സ്പോയിലായി അല്ലേ? ഇന്നലെ നിന്റെ അച്ഛൻ വന്നപ്പോൾ പറയുന്നത് ഞാൻ കേട്ടു. നിന്റെ പപ്പ പറഞ്ഞ പോലെ നീ വേറെ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ? ഹരി നിർവികാരമായി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിന്റെ സ്വഭാവം അടുത്തറിഞ്ഞ നിമിഷം എനിക്ക് പോകാമായിരുന്നു ഹരി. എങ്ങനെ നീ ചിന്തിക്കുവാണേ നിന്റെ പത്മമ്മയുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ അമ്മ എത്ര അനുഭവിച്ചു. നിങ്ങൾ അവഗണിച്ചും ശാസിച്ചും ഒരു വേലക്കാരിയെ പോലെ അവിടെ കഴിഞ്ഞില്ലേ? സ്വന്തം മകനെ പടിയിറക്കി വിടുന്നത് കാണേണ്ടി വന്നില്ലേ? എന്നിട്ടും അവിടെ പിടിച്ചു നിന്നില്ലേ? ഇപ്പോൾ നിന്റെ അച്ഛൻ്റെ എല്ലാ കാര്യവും നോക്കുന്നില്ലേ? ഒരു പക്ഷേ ആ അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ രണ്ടിനെയും പിടിച്ചകത്തിട്ടേനെ. സ്വന്തം കാര്യം നോക്കി പോയേനെ. ബിക്കോസ് അത്രത്തോളം താഴ്ന്നു തരാൻ മാത്രം മനസ്സുള്ള പെണ്ണൊന്നുമല്ല ഞാൻ. ഹരിയെ നോക്കി അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ ഉപേക്ഷിച്ചു പോയാൽ നിന്നെ ആര് നോക്കുമെന്നാ ഹരി? അച്ഛനോ? അദ്ദേഹം ഇപ്പോഴും വീൽ ചെയറിലാണ്. പിന്നെ ഒരാൾ അമ്മയാണ്. അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ഒരാൾ കൂടെ ഉണ്ടാവുമായിരുന്നു, ബദ്രി. ആ പേര് കേട്ടപ്പോഴേ അവൻ്റെ മുഖം മാറുന്നത് നയന ശ്രദ്ധിച്ചു. ബദ്രിയുടെ നിനക്കെന്താ ഇത്ര ദേഷ്യം? ആ ചോദ്യത്തിന് കൊടുക്കാൻ ഉത്തരം അവൻ്റെ കയ്യിലില്ലായിരുന്നു. കഷ്ടമുണ്ട് ഹരി. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു ചിന്തിച്ചിരുന്നത്. അച്ഛനും മകനും എന്തേലും ഒരു ആവശ്യം വന്നാൽ ഓടി വരാൻ അവൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത്രമാത്രം ദ്രോഹിച്ചല്ലോ നീ. വാക്കുകൾ കൊണ്ട് ഹരിയെ അത്ര പെട്ടെന്നൊന്നും മുറിവേൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയായിരുന്നു. എങ്കിലും ഹരിയെ കൺവിൻസ് ചെയ്യാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഹൈവ, അല്ലേലും കണ്ണേട്ടം പൊളിയാണ്. ഷോ, എന്താ സെലക്ഷൻ! അപ്പു ഷർട്ട് എടുത്തു കൊണ്ടുവന്ന് അവൻ്റെ ദേഹത്ത് വെച്ച് നോക്കി. ഞാനല്ല, ഇച്ചുവാണ് സെലക്ട് ചെയ്തത്. ബദ്രി അലസമായി പറഞ്ഞുകൊണ്ട് നിലത്ത് കവിൾ ചേർത്ത് കിടന്നു. കമിഴ്ന്നു കിടക്കുന്ന ബദ്രിയുടെ പുറത്ത് കിടക്കുവാണ് പാറുക്കുട്ടി, വിരൽ നുണഞ്ഞുകൊണ്ട് എന്തോ മൂളിക്കൊണ്ട്. അച്ചുമ്മ, എങ്ങനെയുണ്ട് ഷർട്ട്? കൊള്ളാവോ? മറുപടിയായി ഹാളിൽ മാറി നിന്നിരുന്ന അച്ചു മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. നിലത്ത് കണ്ണടച്ച് കിടക്കുവാണെങ്കിലും ബദ്രി അച്ചുവിൻ്റെ ഓരോ ചലനങ്ങളും അറിയുന്നുണ്ടായിരുന്നു. പുഞ്ചിരിയോടെ
അവളുടെ കൊലുസിന്റെ താളം കാതോർത്ത് കിടന്നു. ഞാനിതൊക്കെ കൊണ്ടുവച്ചിട്ട് വരാം. എല്ലാം പെറുക്കി കൂട്ടി അപ്പു എഴുന്നേറ്റു. 200 രൂപയിൽ ബാക്കി എവിടെ അപ്പു? ഗൗരവത്തോടെ ബദ്രി ചോദിച്ചു. അപ്പു എഴുന്നേറ്റ് പോലെ ഇരുന്നു. അത് ചെലവായിപ്പോയി കണ്ണേട്ടാ, കള്ള സങ്കടത്തോടെ അവൻ പറഞ്ഞു. അതിന് മാത്രം എന്തായിരുന്നു ചെലവ്? ബീച്ചിൽ പോയി, പിന്നെ മാളിൽ പോയി. ഫുഡ് മുഴുവൻ അരുണിൻ്റെ ചിലവായിരുന്നു. പിന്നെ അവരുടെ ബൈക്കിന് പെട്രോൾ അടിക്കാൻ ക്യാഷ് കൊടുക്കണ്ടേ? അങ്ങനെ ബാക്കി ചിലവായി. അവൻ ഓരോന്നും വിശദീകരിച്ച് പറയുന്നത് കേൾക്കെ ബദ്രി ഉള്ളിൽ ചിരിക്കുമായിരുന്നു. സത്യം തന്നെയാണോടാ? സത്യം, ഞാനാണേ സത്യം. അപ്പുവിൻ്റെ സത്യമിടൽ കണ്ട് അച്ചു വാപൊത്തി ചിരിച്ചു. ആഹാ കിണ്ണേട്ടാ, ചേ കണ്ണേട്ടാ, അച്ചുമ്മ ചിരിക്കുന്നു. അപ്പു അത്ഭുതത്തോടെ അച്ചുവിനെ ചൂണ്ടി. അച്ചു ചിരിയടക്കി പിടിച്ചു. ഞാൻ ചിരിച്ചൊന്നുമില്ല. ചിരി കഷ്ടപ്പെട്ട് ഒതുക്കി പിടിച്ച് അച്ചു പറഞ്ഞു. ബദ്രിയുടെ നോട്ടം തന്നിലേക്ക് പതിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ചമ്മലോടെ അവൾ പിൻവാങ്ങി. ബദ്രി ചിരിച്ചുകൊണ്ട് പാറുകുട്ടിയെ ശ്രദ്ധയോടെ എടുത്ത് എഴുന്നേറ്റിരുന്നു. റൂമിലേക്ക് നടക്കവേ അച്ചു ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ തന്നിലാണെന്ന് കണ്ടതും അവൾ വേഗത്തിൽ റൂമിലേക്ക് നടന്നു. നമുക്ക് റൂമിലേക്ക് പോകാം നയന, ഇതിലിരുന്ന് മടുപ്പ് തോന്നുന്നു. വീൽചെയറിൻ്റെ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് ഹരി നായനോട് പറഞ്ഞു. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഹരി? വല്ലാതെ. വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു. നയന വീൽചെയർ റാമ്പിലൂടെ ഉന്തിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ഹരി പുറംകാഴ്ചയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ ഗാർഡനടുത്തുകൂടെ വേണം റൂമിലേക്ക് പോവാൻ. നിറയെ പൂക്കൾ കൊണ്ട് സ്മൃതമാണ് ഗാർഡൻ. കുട്ടികളും മുതിർന്നവരുമടക്കം ഒരുപാട് പേരുണ്ട് അവിടെ. ഹോസ്പിറ്റലിനോട് കൂടെ പ്രവർത്തിച്ചു വരുന്ന അഗതി മന്ദിരത്തിലും ക്യാൻസർ സെൻ്ററും ഉണ്ട് അവിടെ. ഗാർഡനിലെ മുള കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടിയിൽ ഹരിയുടെയും നയനയുടെയും കണ്ണുകൾ ഒരുപോലെ പതിഞ്ഞു. കാറ്റിൽ പാറിപ്പോകാൻ ഒരുങ്ങുന്ന ഷാളിനെ അവൾ കൈകൊണ്ട് ഒതുക്കി വയ്ക്കുന്നുണ്ട്. മുഖത്തിൻ്റെ ഒരു സൈഡ് മാത്രം കാണാം. ഹരി അവളുടെ മുഖം കാണാൻ ഒന്ന് തലയിരിച്ചു നോക്കി. സാധിക്കുന്നില്ല. ഒരു ബെല്ല് മുഴങ്ങി. അവിടെയുള്ള രോഗികൾക്ക് ഫുഡ് കഴിക്കാനുള്ള ബെല്ലാണ്. റൂം എടുത്തവർക്ക് റൂമിൽ കൊണ്ടുവരും. ഗാർഡനിൽ നിന്ന് എല്ലാവരും പിൻവാങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഷാൾ കൊണ്ട് മുഖം മറിച്ചു കൊണ്ടുവരുന്ന ആ പെണ്ണിനെ ഹരി ശരിക്കും കണ്ടത്. അവളെ കണ്ടതും അവനൊന്ന് ഞെട്ടി. ശ്രദ്ധ. അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. നയന ഞെട്ടി. മുന്നോട്ട് നടന്ന ശ്രദ്ധ ഒരു നിമിഷം നിന്നു. വിറച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ഷാൾമറയില്ലാതെ അവരുടെ മുഖം കണ്ടതും ഹരി മുഖം തിരിച്ചു. പൊള്ളിയിടർന്ന തൊലി. വലത് സൈഡിൽ മുടി പോലുമില്ലായിരുന്നു. വലത് കണ്ണ് കാഴ്ചയില്ലാതെ പൊള്ളിയടഞ്ഞിരിക്കുന്നു. ഹരിയെ കണ്ടതും ശ്രദ്ധ മുഖം തിരിഞ്ഞ് മുന്നോട്ട് നടന്നു. അവളുടെ ഭർത്താവ് ചെയ്ത പണിയാണ്. റൂമിലേക്ക് പോകവേ നായന പറഞ്ഞത് കേട്ടു. ഹരി ഒന്നും മിണ്ടിയില്ല. ഭർത്താവ് വീട്ടിലില്ലാത്തപ്പോൾ പുതിയ കാമുകനെ വീട്ടിൽ കയറ്റി. വാക്കുതർക്കത്തിനിടയിൽ അവൻ തീയിട്ടതാണൊക്കെയാ ഇവിടെ പലരും പറയണേ. കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും അവളുടെ ഭർത്താവ് നാടുവിട്ടു. നീ എങ്ങനെ അവളെ കണ്ടു? ഹരി ചോദിച്ചു. ഞാൻ ഇന്നലെയാ കണ്ടത്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോൾ അവിടുത്തെ നഴ്സുമാർ ഇവളെപ്പറ്റി പറയണത് കേട്ടു. ഹരി ഒന്ന് നിശ്വസിച്ചു. എന്തേലും ആകട്ടെ, ഞാൻ കെട്ടിയിരുന്നേലും അവൾ ഇങ്ങനെ തന്നെ ചെയ്യും. അവൻ പൊള്ളിച്ചതേ ഉള്ളൂ. ഞാൻ കൊന്നു കെട്ടിത്തൂക്കിയനെ. മണ്ഡപത്തിൽ നാണം കെട്ടിയിരിക്കേണ്ടി വന്നത് അവൻ ഓർത്തു. അച്ചു ബദ്രിയിൽ നിന്ന് ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരിക്കുന്നു. ബദ്രി അവളെ പുഞ്ചിരിയോടെ നോക്കുക മാത്രം ചെയ്യും. കണ്ണുകൾ ഇടയ്ക്ക് കഥകൾ കൈമാറും. തന്നെ ഇഷ്ടമാണല്ലോ, അത് മതി. തന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയും വരെ അവൾ മിണ്ടിയില്ലേലും സാരയില്ല. ഈ കാത്തിരിപ്പിനും സുഖമുണ്ട്. തന്നോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ അവൾക്കുണ്ടാകും. അച്ഛനെക്കുറിച്ച് അവൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിക്കുമായിരിക്കും. ഓരോന്നോർത്തുകൊണ്ട് അവൻ ഡ്രൈവ് ചെയ്തു. ജിപ്സി പിന്നെ നിന്നത് സെൻട്രൽ ജയിലിന് മുന്നിലാണ്. അവൻ അനുവാദം ചോദിച്ച് അകത്തേക്ക് കയറി. അരമണിക്കൂർ അത്രയേ അനുവദിക്കൂ. രാമനാഥൻ്റെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അനുവാദം കിട്ടിയത്. പോലീസ് സൂപ്രണ്ട് ഗൗരവത്തോടെ അവനോട് പറഞ്ഞു. ബദ്രി തലയാട്ടിക്കൊണ്ട് ഇരുമ്പടികൾ തീർത്ത മതിൽക്കെട്ടിന് മുന്നിൽ നിന്നു. ഇരുട്ടിൽ നിന്നൊരു രൂപം അടുത്തു വരുന്നത് അവൻ കണ്ടു. അവൻ ചുണ്ടിൽ ഒരു മങ്ങിയ ചിരി അയാൾക്കായി വരുത്തി. ശേഖരൻ മുന്നോട്ട് വന്നു. എൻ്റെ മോള്? അയാൾ പ്രതീക്ഷയോടെ ചോദിച്ചു. ബദ്രി ഒന്ന് പുഞ്ചിരിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പതിയെ വീടുമായി അഡ്ജസ്റ്റായി വരുന്നു, അവൻ സൗമ്യതയോടെ പറഞ്ഞു. നിറ കണ്ണുകളോടെ അയാൾ തലയാട്ടി. എന്നെക്കുറിച്ച്? ബദ്രി വാടിയ മുഖത്തോടെ ഇല്ലെന്ന് തലയാട്ടി. ഇതുവരെ ആരെക്കുറിച്ചും ചോദിച്ചിട്ടില്ല. ഇടയ്ക്കിരുന്ന് കരയുന്നത് കാണാം. മനസ്സുകൊണ്ട് എന്നെയും മോളെയും പോലും ശരിക്കും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛനെക്കുറിച്ച് ചോദിച്ചാ ഞാൻ കൊണ്ടുവരാം, കാണിക്കാം. കൊണ്ടുവരണം, എനിക്ക് കാണണം എൻ്റെ കുഞ്ഞിനെ. അയാൾ വിങ്ങിപ്പൊട്ടി. ബദ്രി ആ വൃദ്ധനെ നോക്കി നിന്നു. എന്തൊരു സ്നേഹമാണ് അദ്ദേഹത്തിന് അച്ചുവിനോട്. ഇതുപോലെയുള്ള അച്ഛന്മാരെ കിട്ടാനും ഭാഗ്യം വേണം. എൻ്റെ കുഞ്ഞ്. ആ വാക്കുകളിൽ അവളോടുള്ള അതിയായ വാത്സല്യമുണ്ട്. അതെ, മതി മതി, സാറിപ്പോൾ വരും, വേഗം ചെല്ലാൻ നോക്ക്, സൂപ്രണ്ട് ധൃതിയിൽ തൊപ്പി ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. ബദ്രി ശേഖരൻ്റെ കയ്യിലൊന്ന് അമർത്തിപ്പിടിച്ച് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പിന്തിരിഞ്ഞു നടന്നു. വീട്ടിലെത്തുമ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. വീടുമുറ്റത്ത് ആരെയും കണ്ടില്ല.
ജിപ്സി പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ കണ്ടു മുത്തശ്ശിയുടെ അടുത്ത് വിളക്ക് തെളിയിച്ചു കൊണ്ടുവരുന്ന അപ്പുവിനെ. അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ബദ്രി അകത്തേക്ക് കയറി. ഹാളിലേക്ക് കയറിയപ്പോൾ ആരുമില്ല. അടുക്കള വാതിൽക്കൽ ചെന്നൊന്ന് എത്തി നോക്കി. അച്ചുവിനെ കണ്ടില്ല, പാറുകുട്ടിയും കാണാനില്ല. അവൻ സംശയിച്ചുകൊണ്ട് റൂമിലേക്ക് കയറിയതും മോളെയും കൊണ്ട് ബെഡിലിരിക്കുന്ന അച്ചു ഞെട്ടിത്തിരിഞ്ഞിരുന്നു. ബദ്രി അബദ്ധം പറ്റിയതുപോലെ വേഗം പുറത്തേക്കിറങ്ങി. കുഞ്ഞിന് പാല് കൊടുക്കുകയായിരുന്നു. ഛേ, അവൻ നെറ്റിയിൽ അടിച്ചുകൊണ്ട് നാവ് കടിച്ചു. അച്ചു മോളെ ബെഡിൽ കിടത്തി വേഗം റൂം വിട്ട് പുറത്തേക്കിറങ്ങി. ബദ്രിക്ക് മുഖം കൊടുക്കാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പാറുക്കുട്ടിയുടെ അടുത്ത് ചെന്ന് കിടന്നു. അച്ഛനെ കണ്ട സന്തോഷത്തിൽ കിടന്നിടത്ത് നിന്ന് പാറുക്കുട്ടി കമിഴ്ന്നു. ബദ്രിയെ അള്ളി പിടിച്ചുകൊണ്ട് അവൻ്റെ മേലിൽ കയറി. ബദ്രി ചിരിയോടെ അവളെ പൊതിഞ്ഞു പിടിച്ചു. അച്ഛയുടെ പാറുക്കുട്ടിയെ. പതിവ് വിളി വന്നതും ആ ഉണ്ടക്കവിളിൽ നുണക്കുഴി വിരിഞ്ഞു. എന്തോ ശബ്ദിച്ചുകൊണ്ട് പാറുട്ടി ബദ്രിയുടെ കവിളിൽ തൊണ്ണുകൊണ്ട് കടിച്ചു. കാറ്റിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞ ജനവാതിലിലെ ശബ്ദം കേട്ടാണ് ബദ്രി കണ്ണു തുറന്നത്. നല്ല മഴ. 2 ദിവസമായല്ലോ ചാറിപ്പോകുന്നു. ഇന്ന് തിമർത്ത് പെയ്യുകയാണ്. ബദ്രി അടുത്ത് കിടക്കുന്ന പാറുക്കുട്ടിയെ നോക്കി. പുള്ളിക്കാരി ചുണ്ടിലൊരു ചിരി ഒളിപ്പിച്ച് കിടക്കുകയാണ്. ഉണ്ടക്കവിളിൽ അമർത്തി ഒരു കടിയൊടുക്കാൻ തോന്നി അവന്. ഉറക്കക്ഷീണം പാടെ ഒന്ന് പോകാൻ അവൻ കിടന്നുകൊണ്ട് നിവർന്നു. ടേബിളിൽ ആവി വാർന്ന ചായ ഇരിപ്പുണ്ട്. അവൻ ചിരിയോടെ അതെടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. മഴ കണ്ടുകൊണ്ട് ചായ ചുണ്ടോട് ചേർത്തു.